ഫുഡ് ഇൻഡസ്ട്രി തന്നെയാണ്, അവർ തന്നെയാണ് ആശുപത്രികൾ നടത്തുന്നത്. ഇപ്പോൾ അവർ തന്നെയാണ് ഇൻഷുറൻസിൻ്റെ കോർപ്പറേറ്റ്സും. ഇതൊക്കെ ഒറ്റ സംഘമാണ്, ഒറ്റ ഗൂഢസംഘമാണ്. ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ആശുപത്രി കയറാൻ പറ്റില്ല. അത്രയും വലിയ ബില്ലാണ് ഇനി ഓരോ രോഗത്തിനും വരാൻ പോകുന്നത്. ഒരു 50 കൊല്ലത്തിന് മുമ്പ് പനി വന്നു കഴിഞ്ഞാൽ 2 പാരാസിറ്റമോൾ കഴിക്കും. കൂടി വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് 1 രൂപ. കഴിഞ്ഞ 20 കൊല്ലത്തിന് മുമ്പ് പനി വന്നാൽ 20,000 രൂപ ഇല്ലാണ്ട് പറ്റില്ല. ഒരു 10 കൊല്ലം മുമ്പാണെങ്കിൽ 60,000. ഇപ്പോൾ ഒരു പനിയായിട്ട് ആശുപത്രി പോയി കിടന്നാൽ പോരുമ്പോഴേക്കും 1-2 ലക്ഷം രൂപയാവും. ഇനി അത് 10ഉം 20ഉമായിട്ട് കൂടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായേ പറ്റുള്ളൂ. നമുക്ക് തന്നെ മനസ്സിലാവും. ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ധൈര്യമല്ലേ. ഒരു ക്യാൻസർ വന്നാലും ചികിത്സ ഒരുവിധം എല്ലാവരും ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ പ്രീമിയം കൂട്ടാൻ തുടങ്ങും. പിന്നെ മാരക രോഗം വരുന്ന ആളുകൾ, നീണ്ടു നിൽക്കുന്ന ചികിത്സ ചെയ്യേണ്ടവർ, കൂടിയ വിലയ്ക്കുള്ള മരുന്നുകൾ വിൽക്കേണ്ട രോഗികളെ നേരത്തെ തന്നെ പറഞ്ഞു വരും. ഇൻഷുറൻസ് കമ്പനി അത്രയൊന്നും ലാഭത്തിന് വേണ്ടിയാണ് നടത്താൻ പോകുന്നത്. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് മെഷീൻ്റെ ഇടയിൽ നമ്മൾ ഇടപെട്ടുകൂടാ. ഇത് ഇന്റേണലായിട്ട് ഓട്ടോമാറ്റിക് ആണ്. ഇത് തനിയെ ഉണ്ടായതാണ്, തനിയെ കേട് തീർക്കുന്നതുമാണ്. ഇതിൻ്റെ കേട് തീർക്കാൻ പുറത്തു നിന്ന് സാധിക്കില്ല. പിന്നെ വലിയ റോഡ് അപകടമൊക്കെ ഉണ്ടായാൽ ഇതിൻ്റെ കഴിവിന് അപ്പുറത്താണെങ്കിൽ നമുക്ക് പെറുക്കി കൂട്ടിയൊക്കെ വെച്ച് കൊടുക്കാം, തുന്നിക്കെട്ടി വെച്ച് കൊടുക്കാം. ഒരു പരിധി വരെയൊക്കെ എച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും. എന്നാലും അവിടെയാണ് ഇതിനൊരു ഇടപെടലിൻ്റെ ആവശ്യമുള്ളത്. അതല്ലാത്തിടത്തോളം ഇത് തനിയെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഇതിനൊരു കേട് പറ്റിയാൽ അതിനെ തിരുത്താനുള്ള കഴിവ് അതിനുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റിയാൽ പറ്റിയില്ല എന്ന് വരും. നിങ്ങൾ മോശമായ ഒരു സാധനം അറിയാതെ കഴിച്ചുപോയി, എന്ത് സംഭവിക്കും? നിങ്ങൾ കഴിച്ച ഭക്ഷണം മോശമായിരുന്നു, ഛർദിക്കും. അത് രോഗമല്ലേ? ബാക്ടീരിയ കയറിയിട്ട് സാൽമോണല്ല, ആ കോളി, ഈ കോളി, നീർക്കോലി, കാർക്കോലി അവരുണ്ടാക്കിയ കുഴപ്പമല്ലേ? കേരളത്തിൽ കുഴിമാന്തി ഷവർമ്മ തിന്ന് അത് മരണൈസ് കൂട്ടിയാ തിന്നുക. മരണൈസ് കൂട്ടിയാ തിന്നുക. അങ്ങനെ ധാരാളം പേര് മരിച്ചിട്ടുണ്ട്. ധാരാളമൊന്നുമില്ല, എൻ്റെ അറിവിലൊരു 3-4-5 പേര് മരിച്ചിട്ടുണ്ട്. പിന്നെ ഗതികേട് പിടിച്ച് നിരവധി ആളുകൾ നമ്മളടുത്ത് വരുന്നുണ്ട്. ഇതാണ് കാരണം എന്ന് അവർക്ക് തിരിച്ചറിയാറില്ല. മോശമായൊരു ഭക്ഷണം കഴിച്ചാൽ ഛർദിക്കും, അല്ലെങ്കിൽ വയറിളക്കി കളയാം. ഇത് ശരീരത്തിന് അറിയാം. പ്രമേഹം കണ്ടുപിടിച്ച് അവർ നിങ്ങൾക്ക് മെറ്റ്ഫോമിൻ തരുന്നു, ഗ്ലൈസിഫേജ്, ഗ്ലൈനേസ്, ജാനുമെറ്റ്, ഇങ്ങനെയുള്ള മരുന്നുകൾ തരുന്നു. ഈ മരുന്ന് എന്താ ചെയ്യുന്നത്? എന്തിനു വേണ്ടി ആ മരുന്ന് തരുന്നത്? വയ്യാത്ത പാങ്ക്രിയാസിന് മര്യാദക്ക് ഇൻസുലിൻ ഉണ്ടാക്കാതെ വരുമ്പോൾ ഇൻസുലിൻ നിർബന്ധിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പാങ്ക്രിയാസിന് എന്താ പറ്റുക? ക്ഷീണിച്ച് തളർന്ന കാളയെ അടിച്ച് എണീപ്പിച്ച് ഓടിച്ചാൽ കാളയ്ക്ക് എന്ത് പറ്റും? കൂടുതൽ ഗതികേടിലാവും. ഇവിടെ നടക്കുന്ന പ്രമേഹ ചികിത്സ ഷുഗർ കുറയ്ക്കാനുള്ളതാണ്. ഷുഗർ കുറയ്ക്കുക, ഇൻസുലിൻ കൂട്ടിയിട്ടായിരിക്കും. പക്ഷെ രോഗിയുടെ കാര്യം നന്നാകുമോ അതോ കൂടുതൽ കുഴപ്പത്തിലാകുമോ? എന്തുകൊണ്ട് പ്രമേഹം ഉണ്ടായി, അതിൻ്റെ അണ്ടർലൈങ് കോസ്, അടിസ്ഥാന കാരണം എന്താണ്? ആ കാരണം നന്നാക്കണോ? ആ തെറ്റ് തിരുത്തണോ? പാൻക്രിയാസ് മോശമാകാനായ കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ കാരണം പരിഹരിക്കണമോ അതോ പാൻക്രിയാസിനെ കുറെ നിർബന്ധിച്ച് ഇൻസുലിൻ കൂട്ടാനുള്ള കുറുക്ക് വഴി ചെയ്യണോ? ഷുഗർ കുറയ്ക്കുക എന്നുള്ള കലാപരിപാടി ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? അത് ദിവസവും ചെയ്യേണ്ടി വരും. നിർത്താൻ പറ്റില്ല, ഷുഗർ കുറയ്ക്കലേ ഉള്ളൂ. ഇതാണോ ശാസ്ത്രീയ സമീപനം? ഇതാണോ ശാസ്ത്രീയ ചികിത്സ? ഇവിടെ നേച്ചർ ലൈഫ് നമ്മൾ ചെയ്യുന്നത് ആ വ്യക്തിയുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നതിന് കാരണം എന്തുകൊണ്ട് അതിനനുസരിച്ച് ഇൻസുലിൻ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് പാൻക്രിയാസ് നേരെ വർക്ക് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കുന്ന
കരള് വേണ്ടത്ര പെർഫോം ചെയ്യുന്നില്ല. നമ്മൾ ആ സിസ്റ്റത്തെ മൊത്തം ശരീരത്തെ നേരെയാക്കാനുള്ള രീതികളാണ് ചെയ്യുന്നത്. പാങ്ക്രിയാസിനെ ശക്തിപ്പെടുത്തുക. BP കൂടി, എന്താ ചികിത്സ? അവർ ശാസ്ത്രീയമായിട്ട് പഠിച്ചു. അപ്പോൾ BP കൂടുന്നത് ഹാർട്ട് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അതിനെന്താ ചികിത്സ? എന്താ ചെയ്യണ്ടേ? അലോപ്പതിക്കാരന് കാഞ്ഞ ബുദ്ധിയാണ്. ഹാർട്ടിന്റെ പമ്പിങ് അങ്ങ് ഉറപ്പിച്ചാ പോരെ, BP കുറയൂലേ? അപ്പോൾ അവര് BP കുറയ്ക്കാനുള്ള മരുന്ന് തരും. നമ്മൾ ദിവസവും കാലത്ത് വൈകിട്ടും ആഹാരത്തിന് മുമ്പും പിമ്പും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ 2 ഗുളിക വീഴുന്നു. BP കുറയും. ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചതാണ് BP കുറയും. നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് BP മരുന്നുകൾ ചെയ്യുന്നത്. പാർക്കിൻസൺ രോഗം, മറവി രോഗം, ഹാർട്ടിന് തകരാറ്, തലച്ചോറിന് ഇതൊക്കെ പുറകെ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങളെന്താ ചെയ്യണ്ടേ? ഓ മൈ ഡിയർ ഹാർട്ട്, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇത്ര പാടുപെട്ട് ഇടിക്കണത്? അല്ലെങ്കിൽ തന്നെ 1 മിനിറ്റിൽ 72 പ്രാവശ്യം, 1 മണിക്കൂറിൽ 4320 പ്രാവശ്യം ഇടിക്കണുണ്ട്. 1,03,860 പ്രാവശ്യം ഒരു ദിവസം കിടന്നിടിക്കണത്. ജനിച്ചപ്പോൾ തുടങ്ങിയതാണ്. 1 നിമിഷം നിർത്തിയാൽ എൻ്റെ കാര്യം കഴിഞ്ഞു. നീ ഇങ്ങനെ ഒരു വിശ്രമവും ഇല്ലാതെ 120 കൊല്ലം പ്രവർത്തിക്കുമെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ നിനക്ക് ഞാൻ കഴിയുന്നത്ര ആശ്വാസം തന്നാണ് ജീവിക്കേണ്ടത്. അതിനു പകരം നിന്നെ പീഡിപ്പിച്ച ഘടകം എന്താണ് മൈ ഡിയർ ഹാർട്ട് എന്ന് ചോദിക്കണ്ടേ? അപ്പോൾ ഹൃദയം പറയും, നിങ്ങൾ കണ്ണീ കണ്ട വാർത്തതും പൊരിച്ചുമൊക്കെ ഇട്ട് തന്നു, വൃത്തികെട്ട എണ്ണയിലും പൊരിച്ചത് ഇട്ട് തന്നു, ഇറച്ചിയും മീനും മുട്ടയും പാലും, പിന്നെ ഹോം മോർച്ചറിയിൽ 2-3 ആഴ്ചയായിട്ട് ചത്തിരുന്ന ശവങ്ങൾ വീണ്ടും ചൂടാക്കിയത് ഇട്ട് തന്നു. ഹോം മോർച്ചറിയെ അടുക്കളയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുകയാണ്. ഫ്രിഡ്ജൊന്നും ചില ആളുകൾ വിളിക്കും, സാധനം ശവപ്പെട്ടിയാണ്. ഇങ്ങനെ നിങ്ങൾ നേരത്തും കാലത്തും കിടന്ന് ഉറങ്ങുകയില്ല, മര്യാദക്ക് വെള്ളവും കുടിക്കില്ല. വെള്ളം കുടിക്കുകയാണെങ്കിൽ അഴുക്ക് നിറഞ്ഞ സാധനം, എനർജി ഡ്രിങ്ക്, റെഡ് ബുള്ള്, പിന്നെന്താണ് കൊക്കരക്കോള, പെപ്സിക്കോള, ഇതൊക്കെ വലിച്ചു കയറ്റി എന്നെ ദ്രോഹിച്ചതിന് വല്ല കണക്കുണ്ടോ മനുഷ്യ? നിങ്ങളുടെ രക്തം ചാലയിലെ കാനയിലെ വെള്ളം പോലെ കൊഴുപ്പ് നിറഞ്ഞു നടക്കുകയാണ് നിങ്ങളുടെ രക്തം. ഇതെങ്ങനെ തള്ളാൻ പറ്റുമോ എനിക്ക്? ഞാൻ അമ്പൂരിയിലെ ശുദ്ധജലം പമ്പ് ചെയ്യാനായിട്ട് നിർമ്മിക്കപ്പെട്ട ഹൃദയമാണ്. അത് താഴേക്ക് ഒഴുകി ഒഴുകി വന്ന് കരമലയാറിൻ്റെ രീതിയിലാണെങ്കിൽ പോലും ഞാൻ തള്ളാം. പക്ഷെ ചാലയിലെ ഓടവെള്ളം പോലെ ആയിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള പ്രഷർ മുഴുവൻ എടുത്ത് ഞാൻ തള്ളി നോക്കിയിട്ട് പോലും എല്ലായിടത്തും എത്തണില്ല. നിങ്ങൾക്ക് കാലിന് മരവിപ്പില്ലേ? അയ്യോ ഉണ്ട്. അങ്ങോട്ടേ എനിക്ക് എത്തിക്കാൻ പറ്റണില്ല. നിങ്ങളുടെ രക്തം ശുദ്ധീകരിച്ചു കൊടുക്കുക. ഉപ്പും പുളിയും മുളകും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് തിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തുന്ന ഓരോ സാധനത്തിനും എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ളിലേക്ക് ചെല്ലുന്ന കൈവിട്ട കല്ല് പോലെയാണ് എന്ത് സംഭവിക്കുന്നു. അത് നമ്മുടെ രക്തമജ്ജ മാംസാദികളായിട്ട് മാറും.